കോതമംഗലത്ത് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ പകുതിയിലേറെ വാഹനങ്ങളിലും നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഈ വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് റോഡ് സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോതമംഗലത്ത് വാഹന പരിശോധന നടത്തിയത്. പരിശോധിച്ചവയിലേറെയും സ്വകാര്യ ബസ്സുകളാണ്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ വിവരം അറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു. കോതമംഗലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് കോതമംഗലത്ത് മൺസൂൺ കാല വാഹന പരിശോധന നടത്തിയത്. സ്വകാര്യ ബസ്സുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടത്തിയത്. മഴക്കാലത്ത് അപകടങ്ങൾ കുറയ്ക്കുകയും പൊതുജനങ്ങളുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുകയുമായിരുന്നു പരിശോധനയുടെ ലക്ഷ്യം. 70 വാഹനങ്ങൾ പരിശോധിച്ചതിൽ 45ലും നിയമലംഘനം കണ്ടെത്തി. ഈ വാഹനങ്ങൾക്കെതിരെ നിയമപ്രകാരമുള്ള നടപടി ആരംഭിക്കുകയും പിഴയായി 47,250 രൂപ ഈടാക്കുകയും ചെയ്തു. വൈപ്പറുകളുടെ പ്രവർത്തനക്ഷമത, ടയറുകളുടെ അവസ്ഥ, ബ്രേക്ക് സംവിധാനങ്ങൾ, ഫുട്ബോർഡുകളുടെ സുരക്ഷ, യാത്രക്കാർക്കുള്ള സീറ്റുകളുടെ അവസ്ഥ, വിൻഡോ ഷട്ടറുകളുടെ പ്രവർത്തനം എന്നിവയെല്ലാമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇത്തരം പരിശോധനകൾ വരും ദിവസങ്ങളിലുമുണ്ടാകുമെന്ന് ജോയിന്റ് RTO സലീം വിജയകുമാർ പറഞ്ഞു. വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ അറിയിക്കണമെന്ന് അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. GTV ന്യൂസ്, കോതമംഗലം.